ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആദർശ് നയനയോട് പറയാണ്, ഒരു തരത്തിലും സങ്കടപ്പെടേണ്ട, ഞാൻ നന്ദുവിനൊപ്പം ഉണ്ടാവും എന്ന് പറയണം കേട്ടോ. ഇതേ സമയം നന്ദുവിൻ്റെ മനസ്സ് വേദനിച്ചത് നയനയെ വല്ലാതെ സങ്കടപ്പെടുത്താണ്. എന്നാൽ ഈ കല്യാണം എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മറ്റുള്ളവർക്ക് മനസ്സിനൊരു സമാധാനം ഉണ്ടായിരുന്നു എന്നിങ്ങനെ ചിന്തിക്കുന്നു കേട്ടോ. എന്നാൽ അനിയുടെ കൂട്ടുകാർ പറയാണ്, ഒരിക്കലും നന്ദുവിനെ വേദനിപ്പിക്കരുത് എന്ന വാക്ക് പറഞ്ഞതുകൊണ്ട് തന്നെ അനി പിന്നീട് നന്ദുവിൻ്റെ അരികിലോട്ട് പോവാണ് കേട്ടോ. അങ്ങനെ നന്ദു ഇങ്ങനെ സങ്കടപ്പെട്ട് റൂമിലെ ഡ്രസ്സൊക്കെ മാറാതെ ആ ഒരു ഡ്രസ്സിലിരിക്കുകയായിരിക്കും. അപ്പോഴേക്കും അനി വന്നിട്ട് പറയാൻ നന്ദു എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ നന്ദു വല്ലാതെ പേടിക്കുന്നു കേട്ടോ. ഈ സമയം അനി, നീ എന്നുമായി ഒരു സംസാരം വേണ്ട, അത് നിന്റെ അമ്മക്ക് ദേഷ്യപ്പെടുത്തുള്ളൂ, പ്രത്യേകിച്ച് അനാമികക്കും. അതുകൊണ്ട് തന്നെ അനി നീ പൊയ്ക്കോളൂ എന്ന് പറയുമ്പോൾ, എന്നാൽ എനിക്കങ്ങനെ കഴിയില്ല, നിന്നോട് പറയാനുള്ളത് എനിക്ക് പറയണം. ഞാൻ നിന്നെ അറിഞ്ഞു സ്നേഹിച്ചവനാണ്, പക്ഷേ എങ്ങനെയൊക്കെയോ നമ്മൾ തമ്മിൽ പിരിയേണ്ടി വന്നു. നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് അത്രത്തോളം ദൃഢമുള്ളതായിരുന്നു. പക്ഷേ അതിനിടയ്ക്ക് നമുക്കിടയിൽ ഈ അനാമിക എന്ന ഒരാൾ കയറി വന്നില്ലായിരുന്നെങ്കിൽ എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലായി. അനി പറയുന്നത് എന്തെന്ന് നന്ദുവിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ നന്ദു പറയാണ്, മതി അനി, ഇന്ന് എൻ്റെ വിവാഹമാണ്, ഞാനും നീയും കൂടുതൽ സംസാരിച്ച എനിക്കും എൻ്റെ ചേച്ചിമാർക്കും പല പഴയും ഇതിൻ്റെ പേരിൽ കേൾക്കേണ്ടി വരും. ഇന്നലെ തന്നെ നീ കുടിച്ചു വന്ന് നിന്നെ കൊണ്ടുവന്ന ആദർശേട്ടനെ പോലും നിന്നെ അമ്മ വഴക്ക് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അനി, നീ ഈ റൂമിൽ നിന്നും വെളിയിൽ പോ എന്ന് പറയുമ്പോൾ അനി പറയാണ്, എനിക്ക് നിന്നോട് ലാസ്റ്റ് ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട്, എൻ്റെ ആഗ്രഹം നീ ഒന്ന് സാധിപ്പിച്ചു തരണം എന്ന് പറയുമ്പോൾ, എന്താ അനി, എന്ത് വേണമെങ്കിലും ഞാൻ സാധിപ്പിച്ചു തരാം, നീ പറഞ്ഞോളൂ എന്ന് നന്ദു പറഞ്ഞ ഉടൻ തന്നെ അവിടെ നന്ദുവിനോട് അനി ആവശ്യപ്പെടാണ്, ഞാൻ തന്നില്ലേ നിനക്ക് സാരി, ആ സാരി നീ ഒന്ന് ഉടുത്ത് കാണണമെന്ന് പറയാനിട്ടോ. ഇതേ സമയം നന്ദു ആകെ ഞെട്ടിപ്പോവാണ്. താൻ എന്താണ് അവിടെ മറുപടി നൽകേണ്ടത് എന്നറിയാതെ നന്ദു ആകെ ഞെട്ടി നിൽക്കണം കേട്ടോ. ഈ സമയം അനി പറയാണ്, എനിക്ക് നീ അത് എടുത്തു കാണണം എന്നൊരു ആഗ്രഹമുണ്ട്, എൻ്റെ വിവാഹത്തിന് നീ ആ സാരിയിൽ വേണം വരാൻ എന്ന് പറയാൻ കേട്ടോ. ഇതേ സമയം വാക്കുകളില്ല. അങ്ങനെ എന്താ, നീ എനിക്ക് വാക്ക് തരില്ലേ എന്ന് അനി ചോദിക്കുമ്പോൾ, തീർച്ചയായും ഞാൻ എടുത്തു വരാം, അനി പൊയ്ക്കോളൂ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അങ്ങ് ഒഴിവാക്കുകയാണ് കേട്ടോ. പിന്നീടാണെങ്കിലോ അനന്തപുരിയുടെ ആ താഴോട്ട് ചെല്ലുകയാണ് അനി. എന്നാൽ ഈ സമയം നന്ദുവാണെങ്കിലോ ആ സാരി ഇങ്ങനെ എടുത്തിട്ട് തൻ്റെ നിറകണ്ണുകളോടുകൂടി നിൽക്കുകയാണ്. ഈ സാരിയിൽ അനി, നിൻ്റെ കൂടെ നിൽക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത്, പക്ഷെ എന്ത് ചെയ്യാം, ദൈവം നിന്നെ എനിക്ക് വിധിച്ചിട്ടില്ല, അതുകൊണ്ടായിരിക്കാം എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നു കേട്ടോ. എന്നാൽ ഈ സമയം അതിൽ ഇങ്ങനെ തൻ്റെ കവിള് കൊണ്ട് ഇങ്ങനെ ചാരാണ്, അനിയുടെ നെഞ്ചിൽ ചാരിക്കിടക്കുന്നത് പോലെ ഇങ്ങനെ നന്ദുവിന് തോന്നാണ് കേട്ടോ. എന്നാൽ ഈ സമയം നന്ദുവാണെങ്കിൽ വേഷമൊക്കെ മാറി നന്നായി ഇതൊക്കെ മാറി താഴോട്ട് വരികയാണ്. പിന്നീട് ഓരോരുത്തരുടെ കാൽക്കൽ വീണ് അനുഗ്രഹം മേടിക്കുകയാണ്. ആദ്യം നന്ദു ചെയ്യുന്നത് തൻ്റെ അമ്മയുടെയും അതുപോലെ തന്നെ തൻ്റെ അച്ഛൻ്റെയും കാൽക്കൽ വീണ് അനുഗ്രഹം മേടിക്കുകയാണ് കേട്ടോ. ഈ സമയം നന്ദുവിനെ മാത്രമാണ് മനസ്സിൽ അനിയുടെ ഉണ്ടാവുക. അനിക്ക് വളരെ സങ്കടമാണ്. ഇതേ സമയം മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെ ഒക്കെ കാൽക്കൽ വീണ് അനുഗ്രഹം മേടിക്കുകയാണ് കേട്ടോ. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, മോനെ നിനക്ക് എന്ത് പറ്റി, നീ എന്താടാ, ഇന്ന് നിൻ്റെ വിവാഹ ദിവസമല്ലേ, നിനക്ക് എന്ത് പറ്റി, ഇത്ര മുഖം വല്ലാത്തൊരു ടെൻഷൻ പോലെ എന്ന് പറയുമ്പോൾ അവിടെ ജാനകി പെട്ടെന്ന് കയറി ഇടപെടുകയാണ് കേട്ടോ. ഇന്നലെ ഇവൻ്റെ ഫ്രണ്ട്സുമായി കൂട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഒരു ക്ഷീണമാണ്, അല്ലാത്ത പ്രശ്നമൊന്നുമില്ല അച്ഛാ എന്ന് പറഞ്ഞ് അങ്ങ് വാക്കുകൾ കൊണ്ട് അങ്ങ് കാറ്റിൽ പറത്താണ് കേട്ടോ. ഇതേ സമയം എന്തോ ഇവിടെ ചീഞ്ഞ് മണക്കുന്നുണ്ട്, എന്തായാലും ഞാനത് കണ്ടെത്തും എന്നിങ്ങനെ ജലജ മനസ്സുകൊണ്ടും തീരുമാനിക്കുന്നു കേട്ടോ. പിന്നീട് അനിയാണെങ്കിലോ ഇങ്ങനെ നന്ദുവിനെ ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ നോക്കുകയാണ്. എൻ്റെ നന്ദു ആ സാരി എടുത്ത് വരുന്നത് കാണാൻ തൻ്റെ കണ്ണ് കൊണ്ട് ഇങ്ങനെ കൊതിക്കുന്നു. ആ ഒരു രംഗം കാണാൻ വല്ലാതെ ആഗ്രഹിക്കുന്നു. അതിങ്ങനെ നോക്കി നിൽക്കണം കേട്ടോ. അപ്പോഴേക്കും അവിടെ ദേവയാനി എത്തി, അതുപോലെ തന്നെ നയനയും എല്ലാവരും എത്തി കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാവരും വരികയാണ്. അപ്പോഴാണ് നന്ദുവിൻ്റെ ആ ഇറങ്ങി വരവ് കേട്ടോ. എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്ന ആ വേഷമാറ്റം, ആ സാരിയിൽ ഇന്നേ വരെ തൻ്റെ അമ്മയും അച്ഛനും പോലും കണ്ടിട്ടില്ലാത്ത ആ സാരിയിൽ വരുന്നത് കാണുമ്പോൾ നന്ദുവിൻ്റെ കണ്ണ് നിറഞ്ഞു പോവാണ് കേട്ടോ. നന്ദു നന്നായി കരയുന്നുണ്ട്. പക്ഷെ ആ കരച്ചിൽ താൻ ഉള്ളിൽ തന്നെ ഒതുക്കാണ്. എന്നാൽ ഇത് കണ്ടു നിൽക്കുന്ന അനിയുടെ മനസ്സൊന്ന് ഉടഞ്ഞു പോവാണ് കേട്ടോ. തൻ്റെ പെണ്ണ് ഇവളായിരുന്നെങ്കിൽ താൻ എത്രമാത്രം ആഗ്രഹിച്ചിരുന്നു. ഈശ്വരൻ എന്തിനാണ് അനാമിക എന്ന ദുഷ്ടജന്മത്തെ എൻ്റെ മുന്നിലോട്ട് കൊണ്ടുവന്നത് എന്ന ആ ചിന്തകളൊക്കെ അനിയുടെ മനസ്സിൽ കയറി പോകുന്നു കേട്ടോ. പിന്നീട് അനിക്ക് പറയാൻ വാക്കുകളില്ല. അത്രയും നിറകണ്ണുകളോടുകൂടി നന്ദുവിനെ ഇങ്ങനെ നോക്കി നിൽക്കാണ്. താൻ മനസ്സിൽ കണ്ട ആ പെൺകുട്ടി, ആ അച്ചടക്കം, ആ ഒതുക്കം, ഇതൊക്കെയാണ് ഞാൻ ആഗ്രഹിച്ചത്. ആ കമ്മലും ആ സാരിയൊക്കെ ഉടുത്ത് നന്ദുവിൻ്റെ ആ വരവ് കാണുമ്പോൾ അനിക്ക് പറയാൻ വാക്കുകളില്ല. അങ്ങനെ അനി നോക്കി നിൽക്കുന്നത് കാണുമ്പോൾ ജാനകിയുടെ ഉള്ളൊന്നോടെയാണ് കേട്ടോ. ജാനകി ഒട്ടും ഇഷ്ടപ്പെടില്ല. ജാനകിക്ക് അങ്ങ് ദേഷ്യം പിടിക്കണേ. എന്താടാ നീ നോക്കി നിൽക്കുന്നത്, വിവാഹ മണ്ഡപത്തിൽ നിന്നെയും കത്ത് നിൻ്റെ ഭാര്യ അവിടെ നിൽക്കുന്നുണ്ടെന്ന് നിനക്കറിയില്ലേ എന്ന്
പറയുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടി ഇളയച്ചനും അതുപോലെ തന്നെ എല്ലാവരും കൂടി അനിയെ അങ്ങ് കൊണ്ടുപോകാൻ കേട്ടോ. അപ്പോഴേക്കും അവിടെ ഓരോരുത്തരായി ആദർശ് വന്നിട്ട് പറയാൻ, നന്ദു എനിക്ക് ഈ വേഷം നന്നായി ചേരുന്നുണ്ട്, പറയാതിരിക്കാൻ വയ്യട്ടോ എന്ന് ബാക്കിയുള്ളവർ പറയുമ്പോഴേക്ക് ജാനകിക്ക് ദേഷ്യം പിടിക്കുന്നു കേട്ടോ. അപ്പോഴേക്കും അവിടെ കണ്ടില്ലേ ഇവിടുത്തെ കാട്ടിക്കൂട്ടലുകൾ, ഇപ്പോൾ എന്തൊക്കെ കാട്ടേണ്ടതെന്ന് അറിയില്ല എന്നൊക്കെ ജലജയുടെ ആ വാക്കുകൾ. അപ്പോഴേക്കും അവിടെ നവ്യയും ഓടി വന്നിട്ട്, മോളെ നീ ഈ വേഷത്തിൽ കാണാൻ നല്ല സുന്ദരിയാണ്, എനിക്ക് ഇത് മതി എന്നുള്ള വാക്കുകളൊക്കെ ആയിട്ടോ. അപ്പോഴും തൻ്റെ പെണ്ണ്, താൻ മനസ്സിൽ കണ്ട പെണ്ണ് തൻ്റെ ഭാര്യയെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ എനിക്കിങ്ങനെ വീണ്ടും വീണ്ടും തോന്നാണ്, ഇവളായിരുന്നെങ്കിൽ എന്ന് തൻ്റെ മനസ്സിനോട് തന്നെ ഇങ്ങനെ ചോദിച്ച് അനി അങ്ങ് വണ്ടിയിൽ കയറി പോവാണ് കേട്ടോ. പിന്നീട് ആരും കാണാതെ ജാനകി നന്ദുവിൻ്റെ മുന്നിലോട്ട് വരികയാണ്. താൻ എന്തിനാണ് ഈ വേഷം കെട്ടി വന്നിരിക്കുന്നത്? എൻ്റെ മകൻ്റെ മനസ്സ് വേദനിപ്പിക്കാനാണോ നിന്റെ ഈ വരവ് എന്ന് പറഞ്ഞ് ജാനകി അങ്ങ് പൊട്ടിത്തെറിക്കണം കേട്ടോ. നീ എന്താടി വിചാരിച്ചിരിക്കുന്നത്? ഈ വേഷത്തിൽ നിന്നെ അങ്ങ് കണ്ടാൽ ഞാൻ അങ്ങ് എൻ്റെ മകനെ കൊണ്ട് നിന്നെ കല്യാണം കഴിപ്പിക്കുമെന്നൊരു തോന്നൽ നിന്നിലുണ്ടോ? എന്നാൽ അത് വേണ്ട എന്ന് പറയുമ്പോൾ നന്ദു പറയണേ, ഇതെനിക്ക് അനി സമ്മാനിച്ചതാണ്, അനി ഇത് എടുക്കണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടത് കൊണ്ടാണ് ഞാനിതെടുത്തത്, അല്ലാതെ എന്ന് പറയുമ്പോൾ നീ വേറൊന്നും പറയണ്ട, ഈ വിവാഹം മുടക്കാൻ കനകത്തിൻ്റെ 3 മക്കളും സ്വത്തുള്ള വീട്ടിലോട്ട് കയറി വരാമെന്നുള്ള ആ പ്രതീക്ഷയൊന്നും ഇവിടെ വേണ്ട എന്ന് പറഞ്ഞ് ജാനകി വീണ്ടും കുത്തി നോവിക്കുന്ന ആ കത്തി കൊണ്ട്, മൂർച്ചയുള്ള ആ കത്തി കൊണ്ട് നെഞ്ചിലോട്ട് തറക്കുന്ന ആ വാക്കുകൾ വീണ്ടും വീണ്ടും പറയുമ്പോൾ നന്ദുവിന് വല്ലാത്ത സങ്കടമാവാനേട്ടാ. അപ്പോൾ ഈ സമയം നയന വന്നിട്ട് പറയണ, മോളെ നീ വിഷമിക്കേണ്ട, ഈ വിവാഹത്തോടു കൂടി ഈ പ്രശ്നത്തിന് എല്ലാം ഒരു അറുതി ഉണ്ടാവും, അതുവരെ എൻ്റെ മോള് ഇതൊന്നും കണ്ടില്ലെന്ന് വെക്ക്. നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഈ ചേച്ചിമാരൊക്കെ ഇന്ന് സഹിക്കുന്നത് ഇതേ പീഡനമാണ്, അതുകൊണ്ട് തന്നെ എൻ്റെ കുഞ്ഞിന് ഇനി ഈ പീഡനം സഹിക്കേണ്ടി വരില്ല എന്ന് പറയുന്നു കേട്ടോ. അങ്ങനെ ഈ സമയം മുത്തശ്ശൻ വന്നിട്ട് പറയണേ, എന്താ നേനെ നീ നോക്കി നിൽക്കുന്നത്? അപ്പോഴേക്കും ആദർശ് വരികയാണ്. ആദർശും പറയണേ, എന്താ നോക്കി നിൽക്കുന്നത്, നമുക്ക് വിവാഹ മണ്ഡപത്തിലോട്ട് പോവാമെന്ന് പറയണം. അങ്ങനെ എല്ലാവരും വിവാഹ മണ്ഡപത്തിലോട്ട് പോവാണ് കേട്ടോ. എന്നാൽ ഈ സമയം അനാമികയാണ്. അനാമികക്ക് വാക്കുകളില്ല, സന്തോഷം കൊണ്ട് എന്താണ് താൻ ചെയ്യേണ്ടതെന്ന് അനാമികക്ക് പോലും അറിയുന്നില്ല. അത്രയും സന്തോഷമാണ് തൻ്റെ ഉള്ളിൽ വരുന്നത്. കുറേ സ്വർണവും അതിനിടയ്ക്ക് ആ സ്വർണ്ണമല്ലാത്ത കുറച്ചും അങ്ങ് കയറ്റി കൂട്ടാനായിട്ട് റോൾഡ് ഗോൾഡൊക്കെ വെച്ച് അനാമിക ഒരു 1.5 ഒരു ലുക്കിൽ തന്നെയാണ് അനാമിക വരുന്നത് കേട്ടോ. അങ്ങനെ അനാമികയുടെ അമ്മ രേവതി അനാമികയുടെ മുന്നിലോട്ട് വരികയാണ്. അപ്പോൾ അവിടെ അനാമിക ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട് അമ്മേ, എൻ്റെ ഈ സാരിയും വേഷമൊക്കെ എങ്ങനെയുണ്ട്? അല്ലെങ്കിലും എൻ്റെ മോൾ കാണാൻ സുന്ദരിയാണല്ലോ, അതുകൊണ്ടല്ലേ അനന്തപുരിയിലെ പയ്യൻ തന്നെ നിന്നെ വേണമെന്ന് ആഗ്രഹിച്ചത്. എല്ലാവർക്കും മുന്നിൽ വെച്ച് അങ്ങ് വലിയ വലിയ വാക്കുകളൊക്കെ അങ്ങ് പറയാണ് കേട്ടോ. അങ്ങനെ ഈ സമയം അനാമികയ്ക്ക് തന്നെ ആ വാക്കുകൾ കേട്ട് ചിരി വരുന്നുണ്ട്. അനിക്ക് തന്നോട് ഇഷ്ടമില്ല എന്ന് കണ്ടിട്ടും താൻ ഇടിച്ചു കയറി അനിയെ വിവാഹം കഴിക്കാൻ പോവുകയാണെന്നുള്ള ആ സത്യം മനസ്സിലോർത്ത് ചിരിക്കാൻ കേട്ടോ. പിന്നീട് ഒന്നും നോക്കുന്നില്ല. അപ്പോഴേക്കും അനാമികയുടെ അച്ഛൻ പറയണേ, നേരെ മെഴുകി ചെറുക്കനൊക്കെ ഇപ്പോൾ മണ്ഡപത്തിലോട്ട് എത്തിയിട്ടുണ്ടാവും, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നോക്ക്, വാ ഇറങ്ങാം എന്ന് പറഞ്ഞ് അവരവിടെ നിന്നും ഇറങ്ങണം കേട്ടോ. ഇവിടെ ഇപ്പുറത്താണെങ്കിലോ മനമില്ല മനസ്സോടെ പകുതി മനസ്സ് മരിച്ച ആ അവസ്ഥയോടുകൂടി അനിയും മണ്ഡപത്തിൽ വന്ന് ഇറങ്ങണം കേട്ടോ. അപ്പോൾ ഈ സമയം വേറൊരു കാറിൽ ജലജയും അതുപോലെ ജാനകിയും അങ്ങനെയുള്ളവരെല്ലാവരും വന്നിറങ്ങണം കേട്ടോ. അപ്പോഴായിരിക്കും തൻ്റെ അച്ഛൻ ഗോവിന്ദൻ്റെ കൂടെ ഇങ്ങനെ നന്ദു വന്ന് ഇറങ്ങുന്നത് കേട്ടോ. അത് കാണുന്നതിനോട് കണ്ടിട്ട് ജലജ പറയണേ, ഏട്ടത്തി കണ്ടില്ലേ, അവൾ സാരിയൊക്കെ എടുത്ത് നമ്മളെ വീട്ടിൽ ഇപ്പോൾ അവളുടെ ആ സാരി എടുക്കലിൻ്റെ ലക്ഷ്യം തന്നെ നമ്മുടെ അനിയെ സ്വന്തമാക്കാനായിരിക്കും എന്നുള്ള ആ വെറുതെ ചുമ്മാ ആ തട്ടിക്കൂട്ട് വാക്ക് ജലജ അങ്ങ് പറയുമ്പോൾ അവിടെ ഒരു മോഹവും നടക്കില്ല എന്ന് ജാനകി പറയണം കേട്ടോ. എന്നാൽ ഈ സമയം അനാമിക ഇപ്പുറത്തെ കാറിൽ നിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച അനിയുടെ ആ സാരി ആയിരിക്കട്ടോ. അത് കാണുന്നതിനോടുകൂടി അനാമിക ഞെട്ടിപ്പോവാണ്. തൻ്റെ ഉള്ളൊന്ന് ഉടയുന്നുണ്ട്. തൻ്റെ ജീവിതം കൈവിട്ടുമോ പോവുമോ എന്നൊരു പേടി അനാമികക്കുള്ളിലുണ്ട് കേട്ടോ. അപ്പോഴേക്കും അനാമിക ചെന്ന് ജാനകിയോട് കുശുമ്പ് സംസാരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അമ്മ കണ്ടില്ലേ, അവൾ സാരി എടുത്ത് വന്നിരിക്കുന്നത്, നമ്മളെ മനഃപൂർവ്വം തകർക്കാൻ വേണ്ടിയിട്ടാണ് അവൾ സാരി എടുത്ത് വന്നിരിക്കുന്നത് എന്നുള്ള വാക്കുകളൊക്കെ ആയിട്ടോ. അപ്പോൾ എന്തായാലും ഇനി നടക്കുന്നത് അനിയും അനാമികയുമായിട്ടുള്ള കല്യാണം തന്നെയാണ്. അപ്പോൾ അനാമികയും അനിയുമായിട്ടുള്ള കല്യാണം നടന്നാലാണ് ഈ അനന്തപുരിയിലെ പെണ്ണുങ്ങൾ എല്ലാം ഒരു പാഠം പഠിക്കുള്ളൂ കേട്ടോ. അത്രയും കനകത്തിൻ്റെയും ഗോവിന്ദൻ്റെയും മക്കളുടെ അന്തസ്സ് പോലുമില്ലാത്ത ഒരു തനി റൗഡിയായ ഒരു കുടുംബത്തിൽ നിന്നാണ്, തനി കള്ളന്മാരായ ഒരു കുടുംബത്തിൽ നിന്നാണ് താൻ തൻ്റെ മകന് വിവാഹം ആലോചിച്ചത് എന്ന് ദേവയാനിയും അതുപോലെ തന്നെ ഈ പറയുന്ന ജാനകിയൊക്കെ പഠിക്കുന്ന കേട്ടോ. അത് കുറച്ച് എപ്പിസോഡുകൾ അങ്ങ് ഓടിക്കഴിഞ്ഞാൽ അനാമികയുടെ തനി സ്വരൂപം പുറത്ത് കാണിക്കൂട്ടോ.